നമ്മെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹോപ്പ് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ നാം 12ാമത്തെ പാഠം പഠിക്കുവാനായിട്ട് പോവുകയാണ്. മുൻഗാമികൾ എന്നതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പാഠം നാമുമായി ഡിസ്കസ് ചെയ്യുന്നതിനായി ഇന്ന് നമുക്ക് ഇവിടെ പ്രിയ 2 പാസ്റ്റർമാരുണ്ട്. പാസ്റ്റർ ഷെൽഡൻ പ്രീസ്ലി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. അതോടൊപ്പം പാസ്റ്റർ അരുൺ SK, അദ്ദേഹത്തെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. നിങ്ങളെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊത്തൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മനപ്പാഠവാക്യം 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പാഠപഠനത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പാസ്റ്റർ ഷെൽഡനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അടിയങ്ങളുടെ മുൻഗാമികൾ തെളിയിച്ച വഴി അടിയങ്ങൾ ധ്യാനിക്കുവാൻ പോകുമ്പോൾ അങ്ങയുടെ കൃപ അടിയങ്ങളിൽ ഉണ്ടായിരിക്കണമേ. എല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നാം മുൻപ് പഠിച്ചതുപോലെ അന്ത്യനാൾ കഷ്ടമേറിയതായിരിക്കാം. പക്ഷേ പ്രവചനങ്ങൾ പഠിക്കുന്നതിലൂടെ അവസാനം നമുക്ക് മനസ്സിലാവും. അവസാനം മനസ്സിലാവുന്നതിലൂടെ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാനൊരു പ്രത്യാശ ഉണ്ടാകും. നാം തുടർന്ന് പ്രവചനങ്ങളെക്കുറിച്ച് തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ്. പാസ്റ്റർ ഷെൽഡൻ, തുടക്കമായി താങ്കളിൽ നിന്ന് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ 2-ാം അധ്യായം ഒരു പ്രവചനത്തിൻ്റെ മർമ്മമാണ്. എന്താണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്? ദാനിയേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ ഈ ചുരുക്കം സമയത്ത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബം. ആ ബിംബത്തിലൂടെ കർത്താവായ ദൈവം ഇനി വരുവാനുള്ള രാജ്യങ്ങളും ആ രാജ്യങ്ങളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കും എന്ന് പറയുന്നു. എന്ത് ബിംബമാണ് കണ്ടത്? അവിടെ തല സ്വർണം കൊണ്ടും ബാബിലോൺ, നെഞ്ചും കൈയും വെള്ളി കൊണ്ട് മേദെ പേർഷ്യ, അരയും വയറും എന്തുകൊണ്ടാണ് അവിടെ താമ്രം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അത് ഗ്രീക്കിനെ സൂചിപ്പിക്കുകയാണ്. പിന്നെ കാല് ഇരുമ്പ് കൊണ്ട് റോമിനെ സൂചിപ്പിക്കും. തുട ഇരുമ്പ് കൊണ്ട്. പിന്നെ കാലിൽ പകുതി കളിമണ്ണും അതിൽ പകുതി ഇരുമ്പും ഇടകലർന്ന രാജ്യങ്ങൾ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാത്ത ഒരു കല്ല് വന്ന് എന്തു ചെയ്യുന്നു? ആ കാൽപാദത്തിൽ വന്ന് പതിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തച്ചുടഞ്ഞ് പോവുകയും കാറ്റ് വന്നത് കൊണ്ടുപോവുകയും ഈ കൈ തൊടാത്ത വന്ന കല്ല് അത് വലുതായി ഭൂമി നിറയെ നിൽക്കുകയും ചെയ്യും. ബാബിലോൺ, മേദപേർഷ്യ, ഗ്രീക്ക്, റോമാ സാമ്രാജ്യത്തിൽ നിന്നുള്ള വിഭിന്ന സാമ്രാജ്യങ്ങൾ, അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രാജ്യം ഇവിടെ വരും എന്നതിനെക്കുറിച്ചാണ് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ പാഠപുസ്തകം വായിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കാര്യങ്ങൾ, ഇന്നിന്ന രാജ്യങ്ങൾ വരുമെന്ന് എഴുതിയ കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഗ്രന്ഥകർത്താക്കന്മാർ എഴുതി ഓരോ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നതായിട്ട് ആ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം മുന്നമേയുള്ള കാര്യങ്ങൾ നമുക്കറിയിച്ചു തരുന്നു. 2-ാമത്തെ കാര്യം, സഭയാകുന്ന നാം, ദാനിയേൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ്. അതേപോലെ നമ്മൾ സഭയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ സഭയെ നാം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നാം ദൈവവുമായിട്ട് ഒരു ഈടാർന്ന ബന്ധമുണ്ടാകണം. കാരണം ദൈവം ഈ ഒരു വിഷൻ അല്ലെങ്കിൽ ഈ ഒരു ദർശനം ആദ്യം ദാനിയേലിനല്ല കൊടുത്തത്. അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദേശത്തുള്ള ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കൾ, യഹൂദ ജനങ്ങളിലുള്ള ദാനിയേലിനല്ല കൊടുത്തത്. ആദ്യം ഈ ഒരു ദർശനം കൊടുത്തത് ഒരു വിഗ്രഹാരാധനയായ ഒരു രാജാവിനാണ് കൊടുത്തത്. അപ്പോൾ
സഭയായ നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ സഭയ്ക്ക് ചുറ്റും നമ്മുടെ സഭയിൽ വിശ്വസിക്കാത്ത അനേക വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ മാറ്റി നിർത്തുവാൻ ദൈവം ഒരിക്കലും നമ്മളെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ദർശനം എന്ന് പറയുന്ന കാര്യം, അത് ദാനിയേലായിരുന്നാലും വെളിപ്പാടായിരുന്നാലും, നമ്മളതിനെ ലഘൂകരിച്ച് പഠിച്ചു മനസ്സിലാക്കി ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് എത്ര സഭകൾ ഇതിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന എടുക്കുന്നു? ഇന്ന് എത്ര സഭകൾ ദാനിയേലും വെളിപ്പാടും യുവജനങ്ങളുടെ ഇടയിൽ പഠിപ്പിക്കുന്നു? ഇന്ന് എത്ര സഭകൾ ഈ ദാനിയേലും വെളിപ്പാടും അതിലൊരു മർമ്മമുണ്ടെന്ന് മനസ്സിലാക്കി പ്രദേശത്ത് എത്തിക്കുന്നു? നമ്മുടെ സൗത്ത് കേരള സെക്ഷനിൽ, കേരളത്തിൽ നമ്മളെ സൗത്ത് വെസ്റ്റിൻ്റെ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് അനേക പേർ ഇന്ന് കവല പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ കരവിരുത് നമ്മുടെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയനിലുണ്ട്. എന്നാൽ നമ്മൾ ഒരുപടി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ദാനിയേൽ എപ്രകാരം പ്രാർത്ഥിച്ച് ഈ വചനം അല്ലെങ്കിൽ ഈ ദർശനം ലഭിച്ചോ, അതേപോലെ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഈ ദർശനത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പ്രാർത്ഥനയോടുകൂടി ഈ ദർശനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്യണം. ദാനിയേൽ 2 പറയുന്നത് ലോകത്തിൻ്റെ അവസാനം എപ്രകാരമായിരിക്കും, ഈ ലോകം നശിച്ചിട്ട് ദൈവത്തിൻ്റെ രാജ്യം വരുമെന്നും, അത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി മറ്റുള്ളവരുടെ ഇടയിൽ എത്തിക്കേണ്ട ദൗത്യം നമുക്കുണ്ട്. നന്ദി പാസ്റ്റർ ഷെൽഡൻ ഉത്തരത്തിനായി. ഈ സമയം നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നാം വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം തുടർന്ന് ദാനിയേലിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ എന്താണ് നാം അവിടെ കാണുന്നത്? അവിടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതായ കാര്യമെന്ന് പറയുന്നത്, നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബം നിർമ്മിക്കുകയാണ്. സ്വർണം കൊണ്ടുള്ളതായ ഒരു ബിംബം. അതിനുശേഷം എല്ലാവരെയും അവിടെ വിളിക്കുകയാണ് ആ ബിംബത്തെ നമസ്കരിക്കുവാൻ തക്കവണ്ണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേശാധിപന്മാരും അതുപോലെ തന്നെ എബ്രായ ബാലന്മാരും ദൈവത്തിൻ്റെതായ മക്കളെയും അവിടെ എന്ത് ചെയ്തു, പിടിച്ചു കൊണ്ടുവന്നതായ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചു കൊണ്ടുവന്നതായ ആ എബ്രായ ബാലന്മാരെയും അവിടെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ ആ സമയത്ത്, ആ പറയുന്നതായ സമയത്ത് അവർ നമസ്കരിക്കുന്നില്ല. അപ്പോൾ രാജാവ് ഒരു ശിക്ഷയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശിക്ഷ എന്ന് പറയുന്നത്, ഈ ബിംബത്തെ നമസ്കരിക്കാത്തവരെ തീയിൽ കൊണ്ടുവന്ന് ഇടുക. തീ എന്ന് പറയുന്നത് 7 മടങ്ങ് വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വണങ്ങി. പക്ഷേ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ 3 പേരും ഈ ബിംബത്തെ വണങ്ങിയില്ല എന്ന് കാണുവാൻ കഴിയും. കാരണം അവർ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. അവർ പറയുന്നതായ ഒരു വാക്കുണ്ട്, ഞങ്ങളെ ദൈവം രക്ഷിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നതായ ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, നമസ്കരിക്കുകയില്ല എന്ന് പറയുകയാണ്. അവരുടെ വിശ്വാസം അത്ര വിശ്വാസമായിരുന്നു, ദൈവത്തിലുള്ള വിശ്വാസം. എന്നാൽ രാജാവ് കൂടെ അടുത്ത സമയം രാജാവും കൂടെ വരികയാണ്. ആദ്യത്തെ സമയത്ത് വണങ്ങിയില്ല, അത് രാജാവിനോട് അറിയിക്കുന്നു. രാജാവും മുൻപിലേക്ക് വരുന്നു. രണ്ടാമത്തെ സമയവും പറയുകയാണ്, നിങ്ങൾ വണങ്ങണമെന്ന് പറയുകയാണ്. ആ സമയത്ത് അവർ വണങ്ങിയില്ല. അതുകൊണ്ട് ബലവാന്മാരായവർ വന്ന് അവരെ എടുത്തു കൊണ്ടുവന്ന് അവരിട്ടിരുന്നതായ വസ്ത്രത്തോടുകൂടെ കാലിലെ ചെരുപ്പോടുകൂടെ അവരെ കൊണ്ടുവന്ന് തീയിലേക്ക് ഇടുകയാണ്.
തീയിലേക്ക് ഇടുന്നതായ സമയത്ത് സംഭവിക്കുന്നതെന്ന് പറയുന്നത്, അവരെ ഇട്ടവരെ കാണാനില്ല, പക്ഷെ അവർ മൂവേരും കൂടെ ദൈവവും കൂടെ അവരെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് രാജാവിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ പ്രധാന കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കും. അവിടെ കാണുവാൻ സാധിക്കും. തിരുവചനം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, മോശ ഹോരേബിലായിരുന്ന തീയുടെ ആ നടുവിൽ ദൈവത്തെ കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യമെന്ന് പറയുന്നത്, ദൈവം ഒരു രൂപവും മറ്റൊരു രൂപവും കാണിച്ചിട്ടില്ല ആരാധിക്കുക. അതുകൊണ്ട് മൃഗത്തിൻ്റെയോ മറ്റുള്ള ഒന്നിൻ്റെയും ഒരു ബിംബവും ഉണ്ടാക്കി എന്ത് ചെയ്യാൻ ആരാധിക്കുവാൻ പാടില്ല. ആകാശ സൈന്യമായ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ അവയെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. ആണിനെയോ പെണ്ണിനെയോ ഒന്നിനെയും ഒരു സൃഷ്ടിയെയും എന്ത് ചെയ്യരുത്, ആരാധിക്കരുത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തനം 115-ാം അധ്യായം പഠിക്കുമ്പോഴും അവിടെയും പറയുന്നു. അതുപോലെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവം നൽകപ്പെട്ടതായ, ദൈവത്തിൻ്റെ വിരലുകളാൽ എഴുതി നൽകപ്പെട്ടതായ ദൈവത്തിൻ്റെ കൽപ്പനയിലും പറയുകയാണ്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് പറയുകയാണ്. പക്ഷേ എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, റോമർക്കെഴുതിയ ലേഖനത്തിൽ പഠിക്കുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, മനുഷ്യനാണ് രൂപങ്ങളെ ഉണ്ടാക്കി, ദൈവമെന്ന് പറഞ്ഞ് രൂപങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നത്. വചനം പഠിക്കുമ്പോൾ പറയുന്നത്, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ബിംബത്തെ ആരാധിക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി സഭകൾ എന്ത് ചെയ്യുന്നു, കണ്ണാടി കൂടുകൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നു, ബിംബങ്ങളെ ഉണ്ടാക്കി വെച്ച് നമസ്കരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യുന്നു, വിഗ്രഹങ്ങളുണ്ടാക്കി നമസ്കരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിലും എന്ത് ചെയ്യുന്നുണ്ട്, വിഗ്രഹമുണ്ട്. അതായത് പണത്തെ മോഹിക്കുന്നെങ്കിൽ അത് വിഗ്രഹ ആരാധനയാണ്. നമ്മൾ ദൈവത്തേക്കാൾ മറ്റെന്തിനെങ്കിലും, കർത്താവായി യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നമ്മൾ മറ്റെന്തിനെങ്കിലും, ദൈവത്തേക്കാൾ എന്തിനെങ്കിലും നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ബിംബ ആരാധനയാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും പോലെ ആയിരിക്കണം. കാരണം അവരുടെ ദൃഢമായ തീരുമാനം, അവരുടെ മുമ്പിലുള്ളതെന്ന് പറയുന്നത് മരണമാണ്. ബാക്കിയുള്ളവരെല്ലാവരും എന്ത് ചെയ്തു, മരണത്തെ ഭയപ്പെട്ട് എന്ത് ചെയ്തു, നമസ്കരിച്ചപ്പോൾ 3 പേര് എന്ത് ചെയ്തില്ല, അവർ മരണത്തെ ഭയപ്പെട്ടില്ല എന്നുള്ളത് കാണുവാൻ സാധിക്കും. അവർ ദൃഢധൈര്യത്തോടു കൂടെ നിന്ന്. അപ്പോൾ അതുപോലെ തന്നെ അന്ത്യകാലത്തിൽ ആയിരിക്കുന്ന നമ്മളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലുള്ള അനുഭവം. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇനി വരുന്ന സമയമെന്ന് പറയുന്നത് അതുപോലുള്ള സമയമായിരിക്കും. നമ്മളെ പരസ്യമായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ വിശ്വാസത്തിന് ഇപ്പോൾ നമുക്കറിയാം ചുരുക്കം പേരാണ് സത്യസഭയിൽ, ചുരുക്കം പേര് മാത്രമേ യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കൂ. ബാക്കിയുള്ളവരെല്ലാം കാഴ്ചക്കാരാണ്. മറ്റുള്ളവരെ നോക്കി ആരാധിക്കുന്നവരും മറ്റുള്ളവരെ നോക്കിയിട്ട് ജീവിക്കുന്നവരുമാണ് എന്ന് കാണുവാൻ, ദൈവത്തെ നോക്കി ജീവിക്കുന്ന ചുരുക്കം പേരാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ അവരിലേക്കൊന്നും നോക്കാതെ നമ്മൾ ദൈവത്തിലേക്ക് നോക്കണം. കാരണം ഒരു വിഗ്രഹത്തെയും നമ്മൾ നമസ്കരിക്കുവാൻ പാടില്ല, ഒരു ബിംബവും നമ്മുടെ മുൻപിൽ കാണുവാൻ പാടില്ല. നമ്മൾ നോക്കേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നാം നോക്കുക. നന്ദി പാസ്റ്റർ അരുൺ. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ പഠനം തുടരാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടർന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് തന്നെയാണ്.
അല്പസമയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. തുടർന്ന് നാം പഠിക്കുമ്പോൾ ദൈവകൃപ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, എന്താണ് ആദ്യ സഭയ്ക്കുണ്ടായ പീഡനം? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ, നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ സ്വപ്നം നമുക്കറിയാം. വ്യത്യസ്തമായ ലോകങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ ഒരു ബിംബമാണ് ദർശനത്തിലൂടെ കാണുന്നത്. എന്നാൽ ആ ദർശനത്തിൻ്റെ വിവരണമായി ദാനിയേൽ നൽകപ്പെടുന്നുണ്ട്. അതിൻ്റെ വിവരണം, ആ വിവരണത്തിൽ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്നും ഉടലെടുക്കുന്നുണ്ട്. കാരണം അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിക്ക് 4 പട്ടാള മേധാവികളുണ്ടായിരുന്നു. ആ പട്ടാള മേധാവികളിൽ നിന്നും ഒരാൾ പാപ്പാത്വ ശക്തിയിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബിംബത്തിൻ്റെ കാലിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 10 വിരലുകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതെന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിൻ്റെ 10 വിഭിന്നമായ രാജ്യങ്ങളാണ്. അതിൽ 10 രാജ്യങ്ങളിൽ 3 തകർക്കപ്പെട്ടു, 7 നിലനിന്നു. അത് കാരണം അത് പാപ്പാത്വ ശക്തിയോട് അനുകൂലിച്ച് നിന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അനുകൂലിച്ച് നിൽക്കാത്തത് കൊണ്ട് അവരെ തകർത്ത് കളഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ശക്തി എന്ന് പറയുന്നത് പാപ്പാത്വ ശക്തിയാണ്. ആ ശക്തി ലോകത്തിൻ്റെതായ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും സഭപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായ ശക്തിയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതിൽ നിന്നാണ് ഈ പീഡന ഉടലെടുക്കുന്നത്. ആ 538 മുതൽ 1798 വരെയുള്ള കാലഘട്ടം, 1260 വർഷം പാപ്പാത്വ ശക്തി അധികാരത്തിൽ നിന്നതായ കാലഘട്ടമാണ്. ആ കാലഘട്ടമാണ് ആദ്യത്തെ പീഡന കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ മക്കളുടെ തലകളെ തച്ചുടയ്ക്കുകയും വളരെയധികം പീഡന ഗുഹകളിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും ദൈവത്തിൻ്റെതായ ജനം കൊല്ലുന്നതായ ഒരവസ്ഥയിലേക്ക് ആകപ്പെട്ടതായ ഒരു സമയമായിരുന്നു അത് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ നാം ചിന്തിക്കുമ്പോൾ വളരെയധികം, കാരണം ചരിത്ര രേഖകൾ നമ്മൾ റോമൻ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ വളരെയധികം വ്യക്തമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. 1798 ബെർത്തിയർ എന്ന് പറയുന്നതായ വ്യക്തി പോപ്പിനെ തുറങ്കലടിച്ചു. പോപ്പ് മരിച്ചതോടുകൂടെയാണ് അവിടെ പീഡനം എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആദ്യത്തെ മുറിവ് ഏൽക്കപ്പെടുക. അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഈ സംഭവം, ആദ്യ പീഡനം സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഇന്ന് നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല. കാരണം അത്രത്തോളം വളരെ പീഡനജനകമായ ഒരവസ്ഥയായിരുന്നു എന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നന്ദി പാസ്റ്റർ അരുൺ. പാസ്റ്റർ ഷെൽഡൻ, എന്താണ് മൃഗത്തിൻ്റെ മുദ്ര? ഈ മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ദാനിയേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം പഠിക്കുന്ന പോലെയാണ്. നമുക്ക് അനേക സമയം വേണ്ടി വരും. എന്നാൽ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ദൈവവചനപ്രകാരം ജീവിച്ചില്ല എങ്കിൽ നമുക്ക് മൃഗത്തിൻ്റെ മുദ്ര ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ലഭിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ മുദ്ര? എഗസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് മുദ്ര അടയാളം. അവിടെ പറയുന്നത്, ഞാൻ അവരുടെ ദൈവമെന്നും അവർ എൻ്റെ ജനമെന്നും അറിയേണ്ടതിന് ഞാൻ അവർക്കിടയിൽ ശബദിനെ എന്ത് ചെയ്യുന്നു, മുദ്രയായി നൽകുന്നു. എന്നാൽ ആ ശബദ് നമ്മൾ പൂർണ്ണമായും ആചരിക്കുന്നുണ്ടോ? ഇപ്പോൾ പ്രേക്ഷകർക്കുള്ള ചോദ്യമാണ്. നമ്മുടെ സഭ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് തുടങ്ങി, അല്ലെങ്കിൽ 9 മണിക്ക് തുറന്ന് 10 മണിക്ക് ആരാധന തുടങ്ങി 12 മണിക്ക് നിൽക്കുന്നു. ബാക്കിയുള്ള 6 ദിവസവും വിഗ്രഹാരാധന പോലെ പല സഭകളും അടച്ചിടുന്നു.
നമ്മൾ 6 ദിവസം എങ്ങനെ ജീവിക്കുന്നു അതാണ് ശബത്തിൻ്റെ അടയാളം. ഇപ്പോൾ നമ്മൾ ശനിയാഴ്ച ടി വി കാണുന്നില്ല, അപ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസവും ടി വി കാണാമോ? അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച മാത്രം കൊലപാതകം ചെയ്യാതിരുന്നാൽ പോരെ? അപ്പോൾ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബത്ത് എന്ന് പറയുന്നത് പണ്ട് ആൾക്കാരുടെ ഇടയിൽ അതിനൊരു പരിശുദ്ധി ഉണ്ടായിരുന്നു. ഇപ്പോൾ നഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളാണ്, പുനരാഗമനകാംക്ഷികൾ നമ്മളാണ് ശബത്തിനെ എന്ത് ചെയ്യേണ്ടത്? മുറുകെ പിടിക്കേണ്ടത്. എപ്രകാരം മുറുകെ പിടിക്കണം? ബാക്കിയുള്ള 6 ദിവസവും ശബത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. എന്തനുഭവം ഉണ്ടായിരിക്കണം? ആത്മാവിൻ്റെ ഫലം കായ്ക്കണം, ദൈവകൽപ്പന ഉണ്ടായിരിക്കണം, യേശുവിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം, സഹിഷ്ണുതയുണ്ടായിരിക്കണം. നമ്മൾ ശബത്തിൽ പരിശുദ്ധിയോടുകൂടെ ആയിരിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ നീ ആരാധിക്കണം. നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഇത് 2 കാര്യങ്ങൾ അത് സൂചിപ്പിക്കുന്നത് 10 കൽപ്പന. ആദ്യത്തെ 5 കൽപ്പന മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം, ബാക്കിയുള്ള ആദ്യത്തെ 4 കൽപ്പന മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം, അവസാനത്തെ 6 കൽപ്പന മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്ര നമുക്ക് ലഭിക്കാതിരിക്കുവാൻ ശബത്താകുന്ന അനുഭവവും പരിശുദ്ധിയും ഓരോ നിമിഷവും നമ്മളിലുണ്ടായിരിക്കണം. അപ്രകാരം ഉണ്ടായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുദ്രയിൽ നമുക്ക് ലഭിക്കുകയും നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുകയും ചെയ്യാൻ സാധിക്കും. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ ഷെൽഡൻ, നിങ്ങളുടെ നല്ല വാക്കുകൾക്കായി. ഇരുവർക്കും നന്ദി. ഞങ്ങളെ ഇന്നത്തെ ഈ ആഴ്ചയിലെ പാഠഭാഗത്തിൽ നയിച്ചതിനായി ഇരുവർക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തോടുകൂടെ സന്തോഷത്തിൽ അനുഭവിക്കും. എന്നാൽ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർ എല്ലാവരും അവനോടുകൂടെ വേർപെട്ട് പോകുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മോട് മുമ്പിൽ ഒരു വലിയ ചോദ്യം ഇരിക്കുന്നു. ഏത് മുദ്ര ഏൽക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നു? ചിന്തിക്കുക. അടുത്ത ആഴ്ചയിൽ പുതിയൊരു പാഠവുമായി നാം ഒത്തുചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.